ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്ക് ആകാശിക് റീഡിങ് നോക്കാം. ഫോർ ദ കളക്റ്റീവിന് എന്താണ് ആകാശിക്കായിട്ടുള്ള മെസ്സേജസ് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, $9052 എന്നൊരു നമ്പർ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു പെൻഡിങ് ആയി നിൽക്കുന്ന ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു കർമ്മ അക്കൗണ്ടോ തിരിച്ചു വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. ബാക്കി കർമ്മ അക്കൗണ്ട് നടക്കാൻ വേണ്ടിയിട്ട് മാഡെന്ന് കാണിക്കുന്നു. കുറേ പേരൊക്കെ വളരെയധികം ഭ്രാന്തിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കൺഫ്യൂസ്ഡോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെയുള്ള ടെൻഷനിലും സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വെള്ളത്തെ കാണിക്കുന്നു. നിങ്ങളോട് കുറച്ചും കൂടിയും ഒരു ലിക്വിഡ് പോലെ, വെള്ളം പോലെ ഫ്ലോ ചെയ്യാനാണ് പറയുന്നത്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിലാണോ അത് സ്റ്റോർ ആവുന്നത് അതിൻ്റെ ഷേപ്പ് എടുക്കുക, സ്ട്രക്ചർ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്ലെക്സിബിൾ ആവുക, ബി ഫ്ലെക്സിബിൾ. നിങ്ങളിങ്ങനെ റിസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത് കേട്ടോ. ഡെത്ത് കാർഡ് വരുന്നു, കാരണം ആർക്കൊക്കെയോ ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നുണ്ട്. ഒരു വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെയാണ് കാണപ്പെടുന്നത്. പെയിൻഫുൾ ആയിരിക്കാം, പക്ഷേ ഇറ്റ് വിൽ ബി വർത്ത് ആയിരിക്കും കേട്ടോ. ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് സ്റ്റാർട്ടിങ് സ്പിരിച്വൽ അവേക്കിങ് വരുന്ന സമയത്ത് ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് വളരെയധികം വേദനകളായിരിക്കും. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളായിരിക്കും നല്ല രീതിയിൽ ഡിസ്റ്റർബൻസസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ലൈഫിൽ ഇറിറ്റേഷൻസ് വരാം. നിങ്ങൾ ഒറ്റയ്ക്കായ പോലെ ഫീൽ ചെയ്യാം. ബട്ട് ഒറ്റയ്ക്ക് ആവുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് നമ്മളറിയാനും നമുക്ക് നമ്മളുടെ ലൈഫിൽ തിരുത്തലുകൾ, ചേഞ്ചസ് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സോളാർ പ്ലക്സസ് ചക്രയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലെൻസിങ് കൂടുതലായിട്ടോ അല്ലെങ്കിൽ ഡൈജഷൻ നടക്കാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ക്ലെൻസിങ്. നിങ്ങളും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നല്ല ഫുഡ്സൊക്കെ കഴിക്കുക. ഓക്കെ. ഓഫ് കോഴ്സ് ഫയർ വർക്ക്സ് കാണിക്കുന്നുണ്ട്. തീ ശ്രദ്ധിക്കുക. കാരണം ഫയറായിട്ടുള്ള ഒരുപാട് ഡേഞ്ചർസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കെയർഫുൾ ആവുക വൈൽ കുക്കിംഗ്. പിന്നെ ഫയറുമായിട്ട് വരുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല ഭംഗിയുള്ള ഈ ഒരു എന്താ പറയുക, പേൾ, ഒരു ഷെല്ലിനുള്ളിൽ നിന്ന് പേൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനർത്ഥം മേ ബി യു വിൽ ബി ഗെറ്റിംഗ് എ ഗിഫ്റ്റ് കിട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ മിറാക്കിൾ ലൈഫിൽ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആർക്കെങ്കിലുമൊക്കെ ജോണ്ടിസ് അസുഖം വരാനുള്ള ചാൻസസ് എല്ലാവർക്കും എന്നല്ല, ചിലവർക്ക്. അപ്പോൾ ഒന്ന് കെയർഫുൾ ആവാം. ജോണ്ടിസ് എന്ന് കാണിച്ചു. മഞ്ഞപ്പിത്തം പോലത്തെ അസുഖങ്ങൾ ശ്രദ്ധിക്കുക. ഹെൽത്തിന് കൂടുതൽ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. ദെൻ കടൽ തീരം കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ക്ലെൻസ് ചെയ്യാനും റിഫ്രഷ് ചെയ്യാനൊക്കെ കടപ്പുറത്ത് പോയിരിക്കുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടൊക്കെ ഇരിക്കുക. കാരണം വെള്ളത്തിനും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്ന ടൈമാണ്. സെൽഫ് കെയറിന് കൂടുതൽ സമയം കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡി മൈൻഡൊക്കെ ഒന്ന് ക്ലെൻസായി വരുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസാണ് കിട്ടുന്നത്. റിസ്ട്രിക്ഷൻസ് നിന്ന് കടക്കുക. നമുക്കെല്ലാവർക്കും ഫ്രീഡം യൂണിവേഴ്സ് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. പക്ഷെ അതൊരിക്കലും ബാക്കിയുള്ളവർക്ക് മോശം ആകാത്ത രീതിയിൽ. ഓക്കെ. ഓക്കെ, ഒരു
വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നുണ്ട്. ഒരു സൈക്കിൾ എൻഡ് ചെയ്തിട്ട് അടുത്ത സൈക്കിളിലേക്ക് പോകുന്നു, പെയിൻഫുൾ സൈക്കിൾ കഴിയുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഓരോരോ സൈക്കിൾ എൻഡ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എനിക്കൊക്കെ തിരിച്ചറിയാൻ പറ്റാറുണ്ട്, എനിക്ക് നല്ല ചേഞ്ചസ് വരുന്നു, എൻ്റെ തിങ്കിങ് പാറ്റേണിൽ ചേഞ്ചസ് വരുന്നു, ഐ എം ഗെറ്റിംഗ് മോർ മെച്ചുവേർഡ്. അല്ലാതെ നമ്മളിങ്ങനെ പറയില്ല ഓരോ വയസ്സ് കൂടുന്തോറും മെച്ചുരിറ്റി വരുന്നത്. എനിക്ക് അങ്ങനെയല്ല. ഇങ്ങനെ ഓരോ സൈക്കിൾസ്, ന്യൂ മൂൺ, ഫുൾ മൂൺ അല്ലെങ്കിൽ പോർട്ടൽസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചേഞ്ചസ് വരും. അങ്ങനെ സോ അത് ഒരു പറയുന്നുണ്ട്. ഒരു കറുത്ത മഴ കാണിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ വേദനകളൊക്കെ ഈ ഒരു മെയ്യിലേക്ക് പോകും തോറും, മെയ്യിലാണ് 5/5 പോർട്ടൽ വരുന്നത്. അപ്പോഴേക്കും നിങ്ങളുടെ മേജറായിട്ടുള്ള പെയിൻഫുൾ സൈക്കിൾസ് എൻഡ് ആവുന്നതായിരിക്കും അത് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് മഞ്ഞൊക്കെ ഉള്ള കുറച്ച് യൂറോപ്യൻ പ്ലേസിലേക്കൊക്കെ ഇതിലിപ്പോൾ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒരു ഡെസ്റ്റിനി അവിടേക്ക് പോകണം, ട്രാവൽ ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ദിസ് എ ചാൻസ് ഓഫ് ഗോയിങ് ട്ടോ. ഓക്കെ, മഞ്ഞ ഫ്ലവർ കാണിക്കുന്നുണ്ട്, യെല്ലോ. ഓക്കെ, പിന്നെ പറയുന്നത് നീ ടേക്ക് എ ബ്രേക്ക്. ഒരു ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ജോലി, റിലേഷൻഷിപ്പ്, ടോക്സിസിറ്റി ആണ് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ചുറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് എ ബ്രേക്ക്. ഒരു ബ്രേക്ക് എടുക്കുക. ഇറ്റ് വിൽ ബി നെസസറി ഫോർ യുവർ റീസെറ്റിംഗ് ഓഫ് യുവർ ബ്രെയിൻ, മൈൻഡ്, ബോഡി ആൻഡ് സോൾ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നുണ്ട്. യെസ്, ഒരു വിൻഡോസ് അടയുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ ആ ബ്രേക്ക് എടുക്കാതെ ആകുമ്പോൾ നിങ്ങൾക്ക് തുറക്കേണ്ട ആ ഒരു വാതിലുകൾ തുറക്കാൻ പറ്റുന്നില്ല. ആ ഒരു എനർജിയിൽ നിന്ന് കടന്നാലല്ലേ നമുക്ക് ആ വെളിച്ചത്തിലേക്ക് കാണാൻ പറ്റുള്ളൂ. സോ അതാണ് പറയുന്നത്. സോ ടേക്ക് എ ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഒരു ഫ്രൂട്ട് വീഴുന്നുണ്ട്. സോ വിച്ച് മീൻസ് നിങ്ങൾ ആ ബ്രേക്ക് എടുക്കേണ്ട ടൈമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീണ് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെസ്സേജസ്. അപ്പോൾ 90 ഇയർ പറഞ്ഞല്ലോ അല്ലേ. ആ ഒരു ഇയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് കർമ്മയുള്ളവർ, ചിലപ്പോൾ നിങ്ങളുടെ ഫാദറോ ഫോർ ഫാദേഴ്സോ ഗ്രാൻഡ് പാരൻസൊക്കെ ആയിരിക്കും. അവരുടെ കർമ്മം നിങ്ങൾ ചിലപ്പോൾ ഈ ലൈഫ് ടൈം എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് അനുസരിച്ച്. അപ്പോൾ ആ ഒരു പെൻഡിങ് കർമ്മ വരുന്നുണ്ട്. മേ ബി അപ്പോൾ ആൻസസ്ട്രൽ ഹീലിംഗ് കൂടുതൽ സപ്പോർട്ടീവായിട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജസ് ഫ്രം ദ ആകാശിക് ഫോർ ദ കളക്റ്റീവ്. ഓക്കെ, ബാക്കിയും പേഴ്സണൽ ആയിട്ടുള്ള റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് റീഡിങ്സ് എടുക്കാം. എല്ലാം പെയ്ഡ് റീഡിങ്സ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കോഴ്സ് 14th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, May 14th. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യും. കാരണം എന്നും കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ PT ക്ലാസ് തുടങ്ങിയോ എന്നൊക്കെ, എന്നാണ് തുടങ്ങുന്നതൊക്കെ പറഞ്ഞ് മെസ്സേജസ് വരും. അപ്പോൾ അതാണ് ഞാനിങ്ങനെ റിപ്പീറ്റഡായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ കളക്റ്റീവ് റീഡിങ് കേട്ടോ. അപ്പോൾ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ടേക്കിംഗ് പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യുക, അത് റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. അതാണ് മെയിൻലി പറയാനുള്ളത്. ആൻഡ് കിട്ടുന്ന ലൈഫ് ഈസ് വെരി ഷോർട്ടാണ്. കാരണം നമുക്ക് അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് ഒരു തീരുമാനമില്ലാത്ത ജീവിതമാണ്. അപ്പോൾ നാളേക്ക് വെക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ തീർക്കാൻ ശ്രമിക്കുക. ഒന്നും നാളേക്ക് വെക്കാതിരിക്കുക. ഓക്കെ, സോ താങ്ക് യു എവരിവൺ.